കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാനാണ് സാധ്യത. സാന്ത്വന സജുവിന്റെ വിവരങ്ങളുമായി സാന്ത്വന, എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? മധു, വരുന്ന ഒരു 5 ദിവസത്തേക്ക് കൂടി സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ സീസണിലെ തന്നെ ആദ്യത്തെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നുള്ള ഒരു വിവരം കൂടി കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുന്നുണ്ട്. അത് ബംഗാൾ ഉൾക്കടലിലാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ന്യൂനമർദ്ദം മാത്രമല്ല, ഈ ശ്രീലങ്ക തീരത്തിന് സമീപത്തായിട്ട് ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ കേരളത്തിലും പ്രധാനമായി മഴ ലഭിക്കുന്നത് ഈ ചക്രവാത ചുഴിയുടെ ഒരു സ്വാധീന ഫലമായിട്ടാണ്. അത് മാത്രമല്ല, നിലവിലിപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദം അത് വരുന്ന 48 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിച്ച ഒരു തീവ്ര ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയുമുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം വലിയ രീതിയിൽ കേരളത്തെ എന്തായാലും ബാധിക്കില്ല എന്നാണ് നിലവിലിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായിട്ട് എന്തായാലും വരുന്ന 5 ദിവസത്തേക്ക് കൂടി മഴയുണ്ടാകും. ഇന്നിപ്പോൾ 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. നേരത്തെ മുന്നറിയിപ്പ് പ്രകാരം 3 മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അത് 3 പിൻവലിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ വരുന്ന 3 ദിവസത്തേക്ക് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. പക്ഷേ വ്യാപകമായി തന്നെ എല്ലായിടത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വേനൽ മഴയാണ്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലായിരിക്കും മഴ ലഭിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. മഴ മാത്രമല്ല, ശക്തമായ ഇടിമിന്നലിനും അതുപോലെ തന്നെ കാറ്റിനും ഏതാണ്ട് 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട മഴയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശക്തമായി മഴ പെയ്ത വെള്ളക്കെട്ടടക്കം രൂപപ്പെടാനുള്ള സാധ്യത പലയിടങ്ങളിലും ഉണ്ട് എന്നും ഇപ്പോൾ എന്തായാലും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ മഴ മാത്രമല്ല, ഈ ഇടിയുമായും അതുപോലെ തന്നെ കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകൾ കൂടി പൊതുജനങ്ങൾ പാലിക്കണമെന്നുള്ള അറിയിപ്പ് കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. സാന്ത്വന സജുവാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്.